യുവാവിന്റെ കാലിലുണ്ടായ മുറിവ് പഴുത്ത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത നിർധന കുടുംബം ചികിത്സാ സഹായത്തിനായി കേഴുകയാണ്. മാന്നാർ കുട്ടമ്പേരൂർ വൈശാഖത്തിൽ വിനയൻ എന്ന യുവാവിന്റെ കാൽവിരലുകളാണ് മുറിവ് പഴുത്ത് വ്രണമായതോടെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. കടവും മറ്റും വാങ്ങി ഇതുവരെ നടത്തിയ ചികിത്സാ ചെലവിന്റെ ബാധ്യതകളും ജീവിതത്തിലെ ദൈനംദിന ചെലവുകളും ഈ നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ അവസ്ഥയിലും വിനയന്റെ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കണ്ണീരോടെ ഈ കുടുംബം. മരംവെട്ട് തൊഴിലാളിയായിരുന്ന വിനയന്റെ പിതാവ് വിജയൻ ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ്. 10 വയസ്സുകാരിയായ വിനയന്റെ ഏക മകളുടെ പഠനച്ചെലവിനും വിനയന്റെ ചികിത്സാ ചെലവുകൾക്കും നിത്യവൃത്തിക്കുമായി വീടുകളിലും കടകളിലും ക്ലീനിംഗ് ജോലി ചെയ്യുകയാണ് വൃദ്ധയായ മാതാവ് ലളിത. സ്വകാര്യ സ്ഥാപനത്തിൽ ഡെലിവറി ബോയിയായ സഹോദരൻ വിനീതിന്റെയും തുച്ഛമായ വരുമാനത്തിലുമാണ് ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിയുന്നത്. പമ്പിങ്ങിന്റെ അസുഖം, അപ്പൊ അത് കാരണം എനിക്ക് കട്ടിയുള്ള ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നാലും ഓട്ടോ ഓടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വയ്യാതെ വന്ന ഓട്ടോ ഓടിയും നിർത്തിയായിരുന്നു. അതിനുശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം വൈകുന്നേരം ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ മേളത്തിൽ ഇറങ്ങിയായിരുന്നു. അങ്ങനെ മേളത്തിന് പോയി കിലോമീറ്ററോളം നടക്കുമല്ലേ. അന്നേരം നടന്ന് കാലിൽ ചെറിയൊരു തഴമ്പ് പോലെ വന്നതാണ്. അത് പൊട്ടിയിട്ട് മാറിയിട്ട് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഇത്. അങ്ങനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കി മാക്സിമം. ഞാൻ എന്നിട്ട് ആ കാര്യത്തിൽ മേളത്തിന് പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കാലെല്ലാം ഭയങ്കര നീലായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ഈ കാലിന്റെ തള്ളവരിലോട്ട് ബ്ലഡ് ഓട്ടം ഇല്ല. അതായത് എടുക്കേണ്ട വരുന്നതാണ്. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞ് വിരലെടുത്തത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് വിനയന്റെ കാലിന് മാരകമായ പരിക്കു പറ്റുകയും ഇതിനെ തുടർന്ന് മജ്ജ തെന്നിമാറുകയും കാലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തിരുന്നു. കാലിന് സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും വിനയൻ ഓട്ടോ ഓടിച്ച് ജീവിത ചെലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തിയിരുന്നു. 6 വർഷം മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ജോലി ഉപേക്ഷിച്ചു. വാദ്യകലാകാരനായ വിനയൻ പിന്നീട് മേളത്തിന് പോയി കിട്ടുന്ന വരുമാനം കുടുംബത്തിന്റെ ആശ്രയമായി. മേളത്തിന് പോകുമ്പോൾ ഏറെ ദൂരെ നടന്ന് സ്വാധീനക്കുറവുള്ള കാൽപാദത്തിൽ തഴമ്പ് വരികയും അത് പൊട്ടിയുണ്ടായ മുറിവ് പഴുത്ത് 2 മാസം മുമ്പ് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ വിനയന്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലുമായി. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഭാര്യ സിന്ധുവാണ് വിനയന് താങ്ങായുള്ളത്. മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ മാത്രമാണ് ഇപ്പോൾ വിനയന് ആശ്രയം. അമൃത മെഡിക്കൽ കോളേജിൽ അടിയന്തര സർജറി നിർദ്ദേശിച്ചെങ്കിലും ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇതിനായി ഭാര്യ സിന്ധുവിന്റെ പേരിൽ ഫെഡറൽ ബാങ്ക് പുന്നമൂട് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.